എല്ലാ മഴക്കാലത്തും കേരളത്തിലുള്ള ഒരു പ്രശ്നമാണ് പനിക്കാലമാണ് മഴക്കാലം. വാതരോഗികൾ എന്തുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് ആർത്രൈറ്റിസ് ഉള്ളവർ. പിന്നെ കുറേ വാതരോഗികൾക്ക് ലങ്സിനൊക്കെ പ്രശ്നം കാണും. കുറച്ച് പേർക്കെങ്കിലും ഒരു 10-15% ആളുകൾക്ക് വാതരോഗം ബാധിച്ചവരും കാണും. അപ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ അതിനെ കുറച്ചുകൂടി സിവിയറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ചില മരുന്നുകൾ കഴിക്കുന്നവർ. പലതരത്തിലുള്ള പനികളുണ്ട്. ചെറിയ സീരിയസ് അല്ലാത്ത പനികളുണ്ട്, സീരിയസ് ആയിട്ടുള്ള പനികൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? സാധാരണ ഒരു ഇൻഫ്ലുവൻസ ഫീവർ, അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അത് വൈറൽ ഫീവർ എന്ന് പറയുന്ന, നമുക്ക് പനിയുണ്ടാകും, തുമ്മലുണ്ടാകും, മൂക്കൊലിപ്പുണ്ടാകും, തൊണ്ടവേദന ഉണ്ടാകും, ചുമയുണ്ടാകും. അതായത് റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തെയും അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഈ അസുഖങ്ങളെയാണ് നമ്മൾ സാധാരണ വൈറൽ ഫീവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് എന്ന് പറയും. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് ഉള്ള ആളുകൾ 99.9% ആളുകൾ സാധാരണയായിട്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരും. അപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് അല്ലെങ്കിൽ ചുമയുള്ളവർ, പനിയുള്ളവർ സാധാരണ ഡോക്ടറെ കാണേണ്ടത്, ഒന്ന് നിങ്ങൾക്ക് അനുബന്ധ അസുഖങ്ങളുണ്ട്, ഫോർ എക്സാമ്പിൾ കിഡ്നിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ലിവറിന് അസുഖമുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ, ഇപ്പോൾ ഫോർ ആർത്രൈറ്റിസ് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക, ബയോളജിക്കൽ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹൈ ഡോസിൽ കഴിക്കുന്നവരുണ്ട്. SLE ഒക്കെ സ്റ്റിറോയിഡ് 30 മില്ലിഗ്രാമിൽ കൂടുതൽ 10 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഹാർട്ടിന് പമ്പിങ് മോശമാണ്, ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവരാണ്, ലങ്സിന് ചുരുങ്ങുന്ന അസുഖമുള്ളവരാണ്, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും.